എല്ലാവരും വരിക്ക് നിക്ക്. അല്ല, എവിടെ നമ്മളെ പുയ്യാപ്പിള? ശരിയാണല്ലോ, പുയ്യാപ്പിള അവിടെ പോയി. ഞമ്മളാവാം പുയ്യാപ്പിള. ഓന്റെ ഒരു കോലം. അല്ല, ഞമ്മളാവാ പുയ്യാപ്പിള. അല്ല, നിർത്ത്. ഓൻ ഇവിടെ എവിടെയോ ഒളിഞ്ഞിരിക്കാം. വരും, ഞമ്മക്കൊന്ന് തപ്പ. എന്താ നമുക്ക് കാണിക്കണേ? പുയ്യാപ്പിള അതിന്റെ അകത്തുണ്ടോ നോക്കിയതല്ലേ? പുയ്യാപ്പിള എന്താ നമ്മുടെ പോക്കറ്റില്ല? അവിടെ കാര്യം പോയി നോക്കടാ. അല്ല, നമ്മുടെ പുതിയാപ്പിള അവിടെ എങ്ങാനുണ്ടാ? അല്ല, പുയ്യാപ്പിള എവിടെ പോയി? പുയ്യാപ്പിള കാണാനല്ലോ. പുയ്യാപ്പിള അവിടെ കാണുന്നില്ലല്ലോ. പുയ്യാപ്പിള ഇവിടെ ഇല്ലല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യും? എന്താ ഇവിടെ ഒരു തർക്കം? ഒപ്പന ഇതുവരെ തുടങ്ങിയില്ലേ? നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരും ഇവിടെ വന്നു കൂടിയിട്ടുണ്ടല്ലോ. ഞമ്മളെ പുയ്യാപ്പിളിനെ കാണാനില്ലാന്നേ. അല്ല, ആരായിപ്പ നിങ്ങളിത് ചോദിക്കാൻ? എന്താ നിങ്ങക്ക് ഞമ്മളെ ഇതുവരെ മനസ്സിലായില്ലേ? മനസ്സിലായി. ഒരു കൺട്രി എവിടെയോ കണ്ടിട്ടുണ്ട്. ഇയാളെ നമുക്ക് പുയ്യാപ്പിളാക്കിയാലാ? ഈ വേഷത്തിലോ? എന്താ മോനെ, എന്താ ഈ വേഷത്തിന് ഒരു കുഴപ്പം? നിങ്ങൾക്ക് ആർക്കെങ്കിലും ചരിത്രം അറിയാമോ? ചരിത്രമോ? ചരിത്രം നിങ്ങളും കൂടി എന്താ ബന്ധോ? ചരിത്രമറിയാത്തവന് എന്നെ പറ്റി അറിയാൻ കഴിയില്ല. ഒരിക്കൽ ഞമ്മളും ഒരു പുതിയാപ്പിളന്നായിരുന്നോ. നിങ്ങളൊക്കെ ശരിക്കും ഓർത്തു നോക്ക്. ഇന്ന് കോട്ടും സൂട്ടും പാപ്പാസും ഈ പളപള കുപ്പായമൊക്കെ ഇട്ട് നടക്കുന്ന എല്ലാവരും ഒന്നോർത്തു നോക്ക്. ചരിത്രത്തിൻ്റെ ഇടനാഴികളിൽ എന്നും ഞമ്മളുണ്ടായിരുന്നു. നോക്ക്, നിങ്ങളെല്ലാവരും നമ്മുടെ മോത്തക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്ക്. ആരെയാണ്? ഇനിയും നിങ്ങൾക്ക് ആർക്കും ഞമ്മളെ മനസ്സിലായിട്ടില്ലല്ലേ? എങ്കിൽ ഞമ്മൾ തന്നെ പറഞ്ഞുതരാം. ഞാനാണ് നിങ്ങളുടെ മുൻഗാമി. തൊള്ളായിരത്തി മാപ്പിളമാർ വെള്ളക്കാരോടേറ്റ് പടവേട്ടിയേ. കൊള്ളയും കൊലയും പലതന്ന് മലനാട്ടിൽ വെള്ളക്കാരും കൊള്ളക്കാരും കാട്ടിയേ. 921 മാപ്പിളമാർ വെള്ളക്കാരോടേറ്റ് പടവേട്ടിയേ. കൊള്ളയും കൊലയും പലതന്ന് മലനാട്ടിൽ വെള്ളക്കാരും കൊള്ളക്കാരും കാട്ടിയേ. പത്ത് 400 വർഷങ്ങൾക്ക് മുമ്പ് പോർച്ചുഗീസുകാരെന്നൊരു വർഗം ഇന്ത്യയെ ആക്രമിക്കാൻ വന്നപ്പോൾ അവരെ തുരത്തിവിടാൻ വേണ്ടി 100 കൊല്ലത്തോളം അറബിക്കടലിലും നമ്മുടെ നാട്ടിലെ മണ്ണിലും അവരോട് എതിർത്ത് നിന്ന് പടപൊരുതി 10,000-കണക്കിന് ആളുകൾ ഇവിടെ മരിച്ചുപോയിട്ടുണ്ട്. അവരൊക്കെ ആരായിരുന്നു? കേരളത്തിൽ ഇസ്ലാം മതം വന്നതിന് ശേഷമല്ലേ ഇത് സംഭവിച്ചത്? അതെ, ചേരമാൻ പെരുമാൾ മക്കത്ത് പോയി ഇസ്ലാം മതം സ്വീകരിച്ച കഥയറിയാമോ നിങ്ങൾക്ക്? ഓർക്കണുണ്ട്. റസൂലിന്റെ കാലത്തല്ലേ ചേരമാൻ പെരുമാള് മക്കത്ത് പോയി ഇസ്ലാം മതം സ്വീകരിച്ചത്? അതെ, ഷഹർ മുഖല്ലയിൽ വെച്ച് ചേരമാൻ പെരുമാൾ മരണപ്പെട്ടു. പിന്നീട് ഏതാനും വർഷങ്ങൾക്ക് ശേഷം മാലിക് ബിൻ ദീനാറും 12 അനുയായികളും കൂടി കപ്പൽ മാർഗം കേരളത്തിലേക്ക് വന്നു. അവർ കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങി. രാജാവിനെ കണ്ടു. ഒരു അറബി കപ്പലല്ലേ ആ വരുന്നത്? കണ്ടിട്ട് ഒരു ചരക്ക് കപ്പലല്ലെന്ന് തോന്നുന്നു. അവരിറങ്ങിക്കഴിഞ്ഞു. ശരിയാണല്ലോ.
ആരെവിടെ? അടിയൻ. എന്താ? അറേബ്യയിൽ നിന്നും ഒരു സംഘം അങ്ങേ മുഖം കാണിക്കാൻ വന്നിരിക്കുന്നു. ഓഹോ, ആ വരാൻ പറയൂ. കൽപ്പന പോലെ. أيها الملك الكريم، نحن أناس نؤمن بالله وحده وندين بالإسلام. جئنا إلى هذا البلد الطيب من أجل التجارة. نرجو منكم أن تسمحوا لنا بإنشاء مسجد لنؤدي فيه صلاتنا التي أمرنا بها ديننا. പ്രഭോ, ഇവർ ഇസ്ലാം മത വിശ്വാസികളാണെന്നും നമ്മുടെ നാട്ടിലേക്ക് കച്ചവടത്തിനായി വന്നതാണെന്നുമാണ് പറയുന്നത്. ഇവർക്ക് പ്രാർത്ഥിക്കാനായി ഒരു ഇടം കൊടുക്കാമോ എന്നും അവർ ചോദിക്കുന്നു. തീർച്ചയായും. ഹായ്, നാം ഇവരെ സ്വാഗതം ചെയ്യുന്നു. എന്താ, നമുക്ക് ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. അതവരെ അറിയിക്കുക. ഇന്നു മുതൽ ഇവർ നമ്മുടെ അതിഥികളായിരിക്കും. പിന്നെ ഇവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും നാം ഒരുക്കി കൊടുക്കാൻ തയ്യാറാണെന്ന് കൂടി അവരെങ്ങ് അറിയിക്കുക. കൊടുങ്ങല്ലൂരിലെ ഭരണാധികാരി മാലിക് ബിൻ ദീനാറിന് പള്ളി പണിയുവാൻ അനുവാദം കൊടുത്തു. بسم الله الرحمن الرحيم. اللهم افتح لي أبواب رحمتك. الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله. الله أكبر അല്ലാഹു അക്ബർ. അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി
കൊടുങ്ങല്ലൂരിൽ നിർമ്മിച്ചു. മാപ്പിളമാരുടെ ദേശാഭിമാനത്തിൻ്റെ പാരമ്പര്യം ആരംഭിക്കുന്നത് കുഞ്ഞാലിമരക്കാരിൽ നിന്നാണ്. നൂറ്റാണ്ടുകളോളം പോർച്ചുഗീസുകാരോട് നമ്മുടെ രാജ്യത്തിനു വേണ്ടി പോരാടിയ കുഞ്ഞാലിമരക്കാരന്മാരെ അറിയില്ലേ എങ്ങക്കാർക്കും? അതാ അത് കേട്ടോ, മാതൃരാജ്യത്തിനു വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. അതാ കുഞ്ഞാലിമരക്കാർ വരുന്നു. കുഞ്ഞാലിമരക്കാർ, കുഞ്ഞാലിമരക്കാർ, കുഞ്ഞാലിമരക്കാർ. പോർച്ചുഗീസുകാർക്കെതിരായി പോരാടിയ കുറ്റത്തിന് ഇന്ന് വൈസ്രോയിയുടെ കോടതി കുഞ്ഞാലിമരക്കാരെ വിസ്തരിക്കാൻ പോവുകയാണ്. നിങ്ങളാണല്ലേ കുഞ്ഞാലിമരക്കാർ? അതെ, ഞമ്മളാണ് സാമൂതിരിന്റെ സേനാനി. ഇപ്പോഴും തനിക്ക് സാമൂതിരിയോട് ബഹുമാനവും കൂറുമാണല്ലേ? തീർച്ചയായും. സാമൂതിരി മഹാരാജാവിന് ഞമ്മളോടുള്ള സ്നേഹം ഞമ്മക്ക് മറക്കാനാവില്ല. ഏറ്റവും പ്രിയപ്പെട്ടവനെന്ന് അർത്ഥം വരുന്ന കുഞ്ഞാലി എന്ന സ്ഥാനപ്പേർ ഞമ്മക്ക് നൽകിയത് അദ്ദേഹമാണ്. തിരുസദസ്സിൽ ഉന്നതർക്ക് നൽകുന്ന സ്ഥാനം ഞമ്മക്ക് നൽകിയ ആ മഹാമനസ്കൻ ഞമ്മളിപ്പോഴും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. ഉണ്ടചോറിന് നന്ദി കാണിക്കുന്നതാണ് ഞമ്മളെ പാരമ്പര്യം. മിസ്റ്റർ കുഞ്ചാലി, പോർച്ചുഗീസ് സാമ്രാജ്യത്തെ തകർക്കാൻ നിങ്ങൾ നേതൃത്വം നൽകുന്നു, നാവികരെ അതിന് പ്രേരിപ്പിക്കുന്നു, കടൽ യുദ്ധം നടത്തുന്നു. You know what is the punishment of this? Death. മരണം. ഓർമ്മയിരിക്കട്ടെ. നമ്മളെ രാജ്യത്തിന്റെ സമ്പത്തും ധനവും കവർന്നെടുത്ത് അന്യനാട്ടിലേക്ക് കൊണ്ടുപോകുന്നവരാണ് കടൽ കൊള്ളക്കാർ. അവരെ തകർക്കുകയാണ് നമ്മളെ ധർമ്മം. സാമൂതിരിന്റെ രാജ്യം, അതായത് നമ്മളെ മാതൃരാജ്യം, അത് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമാണ് നമ്മൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മളത് നിർവഹിക്കുക തന്നെ ചെയ്യും. അത് രാജ്യദ്രോഹമല്ല, രാജ്യസ്നേഹമാണ്. രാജ്യസ്നേഹം ഈമാന്റെ പകുതിയാണെന്നാണ് നമ്മളെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. മരണമാണോ ശിക്ഷയെന്ന് അറിഞ്ഞിട്ടും നീ ഇനിയും സാമൂതിരിയോട് സ്നേഹം കാണിക്കുന്നുവോ? ഇല്ല, രാജ്യദ്രോഹിയാൻ ഞമ്മക്കാവൂല. നമ്മുടെ ശരീരത്തിൽ ജീവനിരിക്കുന്ന കാലത്തോളം നമ്മുടെ മാതൃരാജ്യത്തിനായി പോരാടുക തന്നെ ചെയ്യും. ലോക് മിസ്റ്റർ കുഞ്ചാലി, നിങ്ങളെ പോർച്ചുഗീസ് നാവികസേനയുടെ അധിപനാക്കാം. ഒറ്റ ആവശ്യമാണ്, നിങ്ങൾ പോർച്ചുഗീസുകാരുടെ ആവശ്യങ്ങൾക്ക് കൂട്ടുനിൽക്കണം. വേണ്ട, ഞമ്മക്ക് പോർച്ചുഗീസ് രാജ്യം മുഴുവൻ പതിച്ചേരാമെന്ന് പറഞ്ഞാൽ പോലും രാജ്യത്തിനെതിരായി ഒരു ചെറുവിരൽ പോലും അനക്കൂല. പിറന്നു വീണ മണ്ണാണ്. ഈ നാടിന് വേണ്ടി പൊരുതി മരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പാരമ്പര്യ വിശ്വാസങ്ങൾ ത്യജിച്ചാൽ നിങ്ങളെ ലിസ്ബണിലെ മെത്രനായി വാഴിക്കാം. വേണ്ട, ഈ മാപ്പിളത്തൊപ്പി ധരിച്ചുകൊണ്ട് നമ്മൾ കൊലമരത്തിലേറിക്കൊള്ളാം. പോർച്ചുഗീസുകാർ കുഞ്ഞാലിമരക്കാരോട് പകവീട്ടിയത് എങ്ങനെയാണെന്നറിയാമോ? അതാ ഗോവയിലെ വൈസ്രോയുടെ കൊട്ടാരത്തിന് മുമ്പിൽ കൊലമരം ഒരുങ്ങിക്കഴിഞ്ഞു. മിസ്റ്റർ കുഞ്ചാലി, എന്താണ് നിങ്ങളുടെ അന്ത്യാഭിലാഷം? എന്റെ കഴുത്തിൽ കെട്ടിയ ഉറുമാൽ നമ്മളെ തൂക്കിലേറ്റിയ ശേഷം വൃദ്ധയായ എന്റെ ഉമ്മാനേൽപ്പിച്ചാൽ നമ്മൾ നിങ്ങളോട് നന്ദിയുള്ളവനായിരിക്കും. കുഞ്ചാലി മരക്കാരെ തൂക്കിക്കൊന്ന ശേഷം ശിരത്ത് വെട്ടിയെടുത്ത് ഉപ്പുരട്ടി കണ്ണൂർ നഗരത്തിൽ കൊണ്ടുപോയി പ്രദർശിപ്പിക്കാൻ നാം വിധിക്കുന്നു. ഇവന്റെ ശരീരം 4 ആയി ചീന്തിയിട്ട് 4 ദേശത്ത് കൊണ്ടുപോയി ശൂലത്തിന്മേൽ നാട്ടുക. ഇവന്റെ 40 അനുയായികളെയും വെട്ടി നുറുക്കുക. ഇറ്റ്സ് മൈ ഓർഡർ. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായി മാപ്പിളമാർ നടത്തിയ ചെറുത്തുനിൽപ്പാണ് 1921 മാപ്പിള ലഹള.
1921 നവംബർ 20 കോഴിക്കോട് നിന്ന് തിരൂരിലൂടെ ഓടിയ തീവണ്ടിയിലെ ഒരു ബോഗിയിൽ മലബാർ കലാപത്തിൽ പങ്കെടുത്ത 100ഓളം മാപ്പിളമാരെ അടച്ചിട്ടു. വായുവും വെളിച്ചവും കടക്കാത്ത ആ വാഗണിൽ ദാഹശമനത്തിനു വേണ്ടി ചോരയും വിയർപ്പും നുണഞ്ഞിറക്കി ഒരിറ്റു ശ്വാസം പോലും കഴിക്കാനാവാതെ അതിനകത്ത് കിടന്ന് പിടഞ്ഞ് 64 മാപ്പിളമാർ മരിച്ചു. കുപ്രസിദ്ധമായ വാഗൺ ട്രാജഡി മാപ്പിളമാരുടെ സഹന സമരത്തിന്റെ തുടിക്കുന്ന ഇതിഹാസമാണ്. ഏറനാട്ടിലെ ആലിമുസ്ലിയാരും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബും മൊയ്ദ് മൗലവിയും സീതി സാഹിബും സ്വതന്ത്ര ഭാരതം പുലർന്നു കാണുവാനായി മാപ്പിളമാരുടെ വീറും വീര്യവും പ്രകടിപ്പിച്ചവരാണ്. എന്നാൽ ഇനി നമ്മൾ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇങ്ങക്ക് ആർക്കെങ്കിലും ബദറുൽ മുനീറിന്റെയും ഹുസനുൽ ജമാലിന്റെയും കഥ അറിയാമോ? മാപ്പിളപ്പാട്ടിന്റെ ഇശലുകൾ കൊണ്ട് ഞമ്മളൊക്കെ കോരിത്തെരിപ്പിച്ച, ഞമ്മക്കൊന്നും മറക്കാൻ പാടില്ലാത്ത മോയിൻകുട്ടി വൈദ്യര്. മകളാണ് ഹുസനുൽ ജമാൽ, പുന്നാരത്താളം മികന്ത ബീവി, ഹേമങ്ങൾ മെത്തെ പണി ചിത്തിരം, ആഭരണ കോവയണിന്ത ബീവി. കുഞ്ഞായി മുസ്ലിയാരെന്ന വലിയ വിവരമുള്ളൊരു തമാശക്കാരുണ്ടായിരുന്നു നമുക്ക്. മൂപ്പര് ഉസ്താദിനെ പറ്റിച്ച കിസ്സറിയോ നിങ്ങൾക്ക് ഇല്ല എന്നാ കേട്ടോ. എല്ലാരും വന്നിക്കണ? എല്ലാരും എത്തിയിട്ടുണ്ട്. കുഞ്ഞായി മാത്രം വന്നിട്ടില്ല. അതമ്മക്കറിയാലോ. ഇന്നലെ വരെ ഓ ഞമ്മളെ പറ്റിച്ചു. ഇന്ന് നമ്മക്ക് ഓനെ പറ്റിക്കണോ? ഓനാ നിങ്ങള് നമ്മളെ മുട്ട കൊണ്ടാ നിക്കണ? എല്ലാം ഇന്നലെ നമ്മള് പറഞ്ഞ കോഴി മുട്ടകൾ കൊണ്ടാ നിക്കണോ? എന്നാ അതെല്ലാം നല്ലോണം അങ്ങ് മടിക്കുത്തിൽ വെച്ചേക്ക്. നമ്മള് പറയുമ്പോ അത് നിങ്ങൾ ഇങ്ങ് ഇട്ടേരണോ? നീ പഠിച്ചിട്ടില്ല, നീ പഠിച്ചിട്ടില്ല. എന്നാലും ഓടിക്കോളി, ഓതിക്കോളി. താങ്കള് ബേജാറാക്കല്ലേ, നിങ്ങള് മുട്ട പൊട്ടിക്കല്ലേ.
അസ്സലാമലൈക്കും ഉസ്താദേ. വലൈക്കും അസ്സലാം. അല്ല കുഞ്ഞാനെ ഇങ്ങെന്തായാലും ഇത്ര നേരം പയ്യനോ? അല്ല, അത് നമ്മളോട് ചോദിച്ചിട്ടുണ്ടോ ഉസ്താദ്? നേരം പയ്യത് നേരത്തിനോട് ചോദിക്കണ്ടേ? ഇയാളെ കുപ്പി കയറ്റുന്ന ഭർത്താനുണ്ടല്ലോ, അത് നമ്മളോട് വേണ്ട കേട്ടാ. എന്താണ് നേരം പയ്യ? അത് ഉസ്താദെ മുണ്ടുകുപ്പായ ഉണങ്ങിയിട്ട് തിരുമ്പിട്ട് ഉണങ്ങിയില്ലേ ഉസ്താദ്? ഒരു മുണ്ടുകുപ്പായ പോയി ഇരുന്ന് പഠിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം. പള്ളി വരാണ്ട് നാട് കണ്ടി നടക്കും. അതുകൊണ്ടല്ല അടങ്ങി പഠിക്കാത്ത നിക്കട്ടെ. നമ്മളോട് സ്നേഹമുള്ള എല്ലാരും ഞമ്മക്കൊരു കോയിമുട്ടയും കിട്ടുന്ന അല്ല കുഞ്ഞാനെ എന്റെ ഇഞ്ച മുട്ട എടുത്തോ, ഇഞ്ച കോയിമുട്ട എടുത്തോ. ആണ്ടടിഞ്ഞ് പറഞ്ഞു കേൾക്കാത്ത ആണ്ടഞ്ഞ് മുട്ടാടൂല. നിങ്ങളെല്ലാം പുടക്കോയാക്കില്ല, നമ്മള് പൂവൻ കോയാ ഉസ്താദേ. നമ്മളെ നാട്ടിലെ പൂവൻ കോയി മുട്ടയിടൂല ഉസ്താദേ. കലയുടെയും സാഹിത്യത്തിന്റെയും മേഖലകളിൽ അമൂല്യമായ സംഭാവനകൾ അർപ്പിച്ചവരാണ് മാപ്പിളമാർ. വിശ്വപ്രസിദ്ധനായ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്നു. അദ്ദേഹം ഇതാ ഒരു സുലൈമാനി കുടിക്കാൻ ചായക്കടയിലേക്ക് വരികയാണ്. അവിടെ എന്താ സുലൈമാനിയാ? നമ്മളെ പൈസ പറ്റും, നമ്മളെ ഏക്കോളാം. ഞാൻ ഗ്ലാസ് അടക്ക്. നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറല്ല വരുന്നത്? ശരിയാണല്ലോ. എല്ലാ കാക്കാവാറും സുജായികളും ഉണ്ടല്ലോ. എന്താ ഇത്? സുലൈമാനെ, ഓ ഒരു സുലൈമാനെ ഇങ്ങട് ഇപ്പൊ എടുക്കാം. നിങ്ങളുടെ കുത്തിരിക്കി ലേശം കടുപ്പത്തിലായിക്കോ. ഓ നീ എന്താ നോക്കുന്നേ? പേടിക്കണ്ട, വലിവാ. ഏയ്, ഇങ്ങോട്ട് വാ. നിങ്ങളാണോ വൈക്കം മുഹമ്മദ് ബഷീർ? അല്ല. എങ്കിൽ അത് ഞാനാണ്. ആ കുട വൈക്കം മുഹമ്മദ് ബഷീറിന്റേതാണ്. അതിങ്ങ് തന്നേര്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒന്നും കൂട്ടിയാൽ ഇമ്മിണി വലിയ ഒന്നൊന്നും ഞമ്മക്കൊക്കെ പഠിപ്പിച്ചെന്നതാരാ? വൈക്കം മുഹമ്മദ് ബഷീർ. എട്ടുകാലി മമ്മുഞ്ഞിനെയും മണ്ടൻ മുത്തപ്പയെയും ഒറ്റക്കണ്ണം പോക്കരെയും സൈനബയെയും കൊച്ചുത്രേസ്യയെയും പാത്തുമ്മയെയും സുഹറയെയും മജീദിനെ ഒക്കെ കിസയിലൂടെ പറഞ്ഞെന്നത് ആരാ? മനുഷ്യന്മാരെ മാത്രല്ല, പാത്തുമ്മാന്റെ ആടിനെ സൃഷ്ടിച്ചത് ബഷീർ അല്ലേ? അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, ബഷീർ നല്ല സ്റ്റൈലും മുണ്ടു ചുബകളിലാണ് ഇരിക്കുന്നത്. നിങ്ങളെന്താ ഈ വേഷത്തില്? എന്റെ വേഷം അതിപ്പോ ഇന്നത്തെ കാലത്തിന് ചേർന്നില്ലായിരിക്കും അല്ലേ? എന്റെ ചെങ്ങായിമാരെ,
ഏറനാട്ടിലെ ആദ്യകാലത്തെ മാപ്പിളമാരുടെ വേഷം ഇതന്നായിരുന്നു. ഇന്നല്ലേ പാൻറ്റും സൂട്ടും പാപ്പാസും ഒക്കെ വന്നത്. പണ്ടത്തെ മാപ്പിളയും ഇന്നത്തെ മാപ്പിളയും തമ്മിൽ വേഷത്തിൽ മാത്രമല്ല പലതിലും ഉണ്ട് വ്യത്യാസം. ഇന്നൊക്കെ കച്ചവടല്ലേ, കച്ചവടം. മരക്കച്ചവടം, കാറച്ചവടം, തുണിക്കച്ചവടം. പണ്ട് ഈ കള്ളിമുണ്ടും ബനിയനും ഇട്ടിട്ടാ ഞങ്ങൾ രാജ്യത്തിന് വേണ്ടി പോരാടിയിരുന്നത്, നിങ്ങൾക്കറിയോ? ഇന്ന് കോട്ടും സൂട്ടും ടൈയൊക്കെ കെട്ടി ഇങ്ങനെ കച്ചവടം നടത്തന്നെ. എങ്ങനെയുണ്ട് ഈ ദുനിയാവിന്റെ മറിമായം? എന്റെ റബ്ബേ, ഈ കാക്കണേ. അല്ല, ഒപ്പന തുടങ്ങാറായല്ലോ, ഇനി നമ്മുടെ പുയ്യാപ്പിള കാണാനില്ലല്ലോ. ഇവിടെ ഒരു മാപ്പിള ഉള്ളപ്പോ ഇനി വേറെ എന്തിനൊരു പുതിയാപ്പിള? കാസിമേ, നിങ്ങളെ ചമയങ്ങൾ ഇങ്ങോട്ട് തൊളി. ആദി മുതൽ പുരാണം ആയ തിരുമുത്തൊളിവേ, ആയേ പടപ്പിനെല്ലാം ആരിടാവിത്തായൊളിവേ, കാതൽ മുഹമ്മദെന്ന കാരുണപ്പേർ പെറ്റൊളിവേ, കാലം പശുമ്മയിൽ പണ്ടല്ല പടച്ച് വെച്ച് നൂറാറ്റൽ മുഹമ്മദൻ നബിയുള്ളാന നായം മുമ്പൊളിവാക്കി പടയ്ത്ത പിന്ന ചന്ദ്രനെ തെളിവാക്കിയ മുത്ത് ചിന്നനതെന്ന ബിയാർ മുതുകത്ത് സുന്ദര രാജശിങ്കാരമടുത്ത് അടുത്തടുത്തവനിക്കുന്നടുമക്കത്ത് ഉദിത്ത് പിന്നബ്ദുള്ളാന്റെ തിരുനെറ്റത്ത് അടുത്തടുത്തവനിക്കുന്നടുമക്കത്ത് ഉദിത്ത് പിന്നബ്ദുള്ളാന്റെ തിരുനെറ്റത്ത്. നേടാനുള്ള നെട്ടോട്ടത്തിനിടയിൽ നഷ്ടമാകുന്ന ആയുസ്സിൽ അനശ്വര നേട്ടങ്ങൾക്കുള്ള കരുത്തു പകരാൻ നേരറിവിന്റെ നെറുനില വട്ടവുമായി സർഗ ക്രിയേഷൻസ്, ഇന്ത്യൻ ഇസ്ലാമിക് അസോസിയേഷൻ, മൻസൂറ, ദോഹ, ഖത്തർ. ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലെ ആധുനിക സങ്കേതങ്ങളെ അതിനൂതന രീതിയിൽ ഉപയുക്തമാക്കിക്കൊണ്ട് നേരറിവിന്റെ സത്യസാക്ഷ്യങ്ങൾ നിങ്ങളുടെ കൈകളിലെത്തിക്കുന്നു സർഗ ക്രിയേഷൻസ്, ഇന്ത്യൻ ഇസ്ലാമിക് അസോസിയേഷൻ, മൻസൂറ, ദോഹ, ഖത്തർ.